ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. എല്ലാവരും സന്തോഷത്തോടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഷാനവാസിക്കയുടെ ഇൻ്റർവ്യൂവിനകത്ത് ഷാനവാസിക്കാരുടെ ആരോഗ്യത്തിൻ്റെ കാര്യം, സ്ഥിതിയുടെ കാര്യം നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. നെവിനുമായിട്ടുള്ള ആ പാൽപാക്കറ്റ് ഇഷ്യൂവിൽ ഷാനവാസിക്കിനെ ട്രോളി ഒരുപാട് ട്രോൾസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഡ്രാമയാണെന്നൊക്കെ വരുത്തി തീർത്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അവതാരകൻ ചോദിച്ചപ്പോഴത്തേക്കും ഷാനവാസിക്കയുടെ വായിൽ നിന്നൊരു നെഗറ്റീവ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്, ഒരു കോണ്ടൻറ്റ് അവിടെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. പക്ഷേ ഷാനവാസിക്ക പറഞ്ഞ മറുപടി വാസ് സിമ്പിൾ. ഷാനവാസി സത്യം പറഞ്ഞൊരു മുത്താണ്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഓരോ മറുപടിയും പറയുന്നത് വളരെ ക്ലിയറായിട്ടും വ്യക്തമായിട്ടും ഒരു നെഗറ്റീവ് പുറത്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുമാണ് ഷാനവാസിക്ക അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പം ഷാനവാസിക്ക മെയിൻലി ഇപ്പം അവതാരകൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും ആരോഗ്യ ഇഷ്യൂ ഉള്ള ഒരാൾ, അത്രയും ഒരു ഫിസിക്കൽ ടാസ്കിന് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അൺവെല്ലായിട്ടൊരാൾ ബിഗ് ബോസ് വീട്ടിൽ പോകുന്നത് അത്ര ശരിയാണോ? അത് ഓൾറെഡി നമ്മുടെ ആ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞു നടന്ന സംഭവമാണ്. ഇത്ര ആരോഗ്യസ്ഥിതിയുള്ള ആൾ എന്തിനു വന്നു ബിഗ് ബോസിൽ? ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തിനയാൾ അവിടെ പോയി എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനുള്ള ഉത്തരം എല്ലാവർക്കും ഒരു തിരിച്ചടിയായിട്ടുള്ളൊരു ഉത്തരമായിട്ട് ഷാനവാസിക്ക പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഷാനവാസിക്ക അതിനെ ഒരു അസുഖമായിട്ട് കാണുന്നില്ല. ഷാനവാസിക്കയുടെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്, ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. അതായത് കുറേ ഫിസിക്കൽ ടാസ്ക് ഉണ്ടായിരുന്ന ഷാനവാസിക്ക മാറി നിന്നിട്ടുണ്ട്. കുറേ ഫിസിക്കൽ ടാസ്ക് ഉണ്ടായിരുന്ന ഷാനവാസിയുടെ ആരോഗ്യം പോലും നോക്കാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാനവാസിക്കയുടെ കോൺഫിഡൻറ്റാണ് ഇതിനെല്ലാവർക്കും കാരണം. പിന്നെ ഈ അസുഖം വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇതിലിപ്പോൾ ഒരു കോമൺ ആയിട്ടാണ് ഈ ഒരു അസുഖം, അല്ലേ? സർവ്വസാധാരണമായിട്ടൊരു അസുഖമായി മാറിയിട്ടുണ്ട് ഈ ഹാർട്ടിനുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ഷാനവാസിക്ക വേറൊരു കാര്യം പറയാനായിട്ട്, അസുഖമായിട്ട് ഷാനവാസിക്ക ഇതിനെ കാണുന്നില്ല. പോകും എന്നൊരു സംഭവമാണ് ഷാനവാസിക്ക അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. പിന്നെ ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്, പേടിച്ച് മാളത്തിൽ ഒളിക്കിരിക്കേണ്ട ആവശ്യം ഷാനവാസിക്ക് ഇല്ല എന്നും ഷാനവാസിക്കയുടെ കോൺഫിഡൻസ് ഷാനവാസിക്കയിൽ ഉണ്ട് എന്നാണ് ഷാനവാസ് അത് മെയിൻലി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത്രയായിരുന്നു ഷാനവാസിക്ക് അവർക്ക് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആണ് ഇവർ ഇത്രയും ചോദിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷാനവാസിക്ക പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, അവതാരൻ്റെ അടപ്പിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ലൈഫിൽ എന്തെങ്കിലും റിസ്ക് എടുക്കാതെ ഒരു റിസൾട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഷാനവാസിക്ക ചോദിച്ചത്. പിന്നീട് അവതാരകൻ ആ ഒരു സംഭവത്തിനെ പറ്റി ചോദിച്ചിട്ടില്ല. പിന്നെ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെവിൻ്റെ ആ ഒരു ഇഷ്യൂവിനെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ഷാനവാസിക്ക നെവിനെ പറ്റി ഒരു മോശമായിട്ടൊരു നെഗറ്റീവായിട്ട് ഒന്നും ഷാനവാസിക്കയുടെ വായിൽ നിന്ന് വീണിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അതെടുത്ത് അലക്കാൻ ഒരുപാട് പേര് പുറത്തുണ്ട് എന്ന് ഷാനവാസിക്ക മെയിൻലി അറിയാം. വെറുതെ അതെടുത്തിട്ട് കാര്യമില്ല. ഷാനവാസിക്ക ഉണ്ടായ ബുദ്ധിമുട്ട് ഷാനവാസിക്ക മാത്രമാണ്. ഷാനവാസിക്കയുടെ ഫാമിലിക്ക് ഉണ്ടായ വിഷമം ഷാനവാസിക്ക മാത്രമാണ്. പക്ഷേ ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് ഷാനവാസിക്ക പറയുന്നുണ്ട്, എനിക്കതങ്ങോട്ട് വിഷമമാണ്, എനിക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. പക്ഷേ 2 ദിവസം കഴിയുമ്പം നെവിനോട് മിണ്ടുകയും ഒക്കെ ചെയ്തു ഷാനവാസിക്ക. പക്ഷേ നമുക്ക് സത്യം പറഞ്ഞ ഒരു വിഷമമായിരുന്നു ആ ഒരു ടൈമിൽ. നമുക്ക് ഷാനവാസിക്ക എപ്പോൾ തിരിച്ചു വരും ഒരുപാട് നോക്കിയിരുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് അറിയാം. പേഴ്സണലി എനിക്ക് ഒരുപാട് അറിയാം. അതേപോലെ തന്നെ എന്നെ കമൻറ്റ് വന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എപ്പോൾ ഷാനവാസിക്ക വരും, വന്നോ എന്ന് ചോദിക്കുന്നവരുണ്ട്, ലൈവിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേര് പേഴ്സണലി എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം അതിനെ ഇമ്പാക്റ്റ് പുറത്ത് ആൾക്കാർക്ക്, ഷാനവാസിക്ക ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കിയെന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഷാനവാസിക്കയുടെ ആ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും വിഷമം ഉണ്ടാവത്തില്ലേ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഷാനവാസിക്ക പറഞ്ഞ കാര്യം, വിഷമം മുൻകൂട്ടി അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഷാനവാസിക്ക പറയുന്നുണ്ട്, എനിക്ക് വേദന ഉണ്ടായിരുന്നു, ഞാൻ കൺഫെഷൻ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വേരിയേഷൻ, അത് ബിപിയുടെ വേരിയേഷൻ, എല്ലാം ഓൾറെഡി നോർമൽ ആയതായിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ബി എന്നെ അത്രത്തോളം കെയർ ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ ടെസ്റ്റും, അതായത് ഇവിടുന്ന് ഞാൻ ഫുള്ളി ടെസ്റ്റ് ചെയ്ത് എല്ലാ പെർമിഷൻസും വാങ്ങിച്ചിട്ടും മരുന്നുകളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ അവിടെ കയറിയതും അവരെന്നെ കയറ്റി വിട്ടതും അതുകൊണ്ടാണ്. അപ്പം ബി എന്നെ ഫുള്ളായിട്ട് കെയറും ട്രീറ്റും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് പിന്നെ കിട്ടി. അതേപോലെ ഇതിനെ ഞാൻ ഒരു അസുഖമായിട്ട് കാണുന്നില്ലെന്നും ഇത് ലൈഫിൽ സർവ്വസാധാരണ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്നും ഷാനവാസിക്ക് അറിയാമെന്നും, അതുപോലെ തന്നെ ഇനി ഒരു ലൈഫുണ്ട് ഷാനവാസിക്ക് ഇനി ഒരു സിനിമയാണ് മോഹം, അപ്പോൾ അതൊക്കെ ചെയ്യണം, സ്റ്റണ്ട് ചെയ്യണം. ഹീ ഈസ് വെരി ഓക്കെ വിത്ത് ദാറ്റ് എന്നാണ് ഷാനവാസിക്ക പറഞ്ഞു വെക്കുന്നത്. ഷാനവാസിക്കയുടെ ആ ഒരു കോൺഫിഡൻറ്റും ആ ഒരു സ്മൈലും ഒക്കെ കാണുമ്പോൾ നമുക്കും ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു മനുഷ്യൻ അല്ലേ, നമുക്കന്ന് അത്രയും വിഷമം ഉണ്ടാക്കിയിട്ട് ഉള്ളൊരു സംഭവമായിരുന്നു അത്. ഷാനവാസിക്ക തിരിച്ച് വീട്ടിൽ കയറിയപ്പോൾ അത്രത്തോളം സന്തോഷം, കേരളത്തിൽ അത്രത്തോളം സന്തോഷം വേറെ ആൾക്കാരുണ്ടാവില്ല. ഒരുപാട് നെഗറ്റീവ് വന്നു, അത് വേറെ ആൾക്കാരുടെ ഡ്രാമയെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ചെറിയൊരു മൂവായിരുന്നു. എനിവേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.